ഇനി ദാമ്പത്യത്തിൽ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇനി ദാമ്പത്യത്തിലെ കൊറോണ ലോകം കാലഘട്ടങ്ങൾ കടന്നു പോകട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഭാരമുള്ളവരെ ആശ്വസിപ്പിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം തരട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മാറിയ രോഗങ്ങള്, വ്യാധികള്, ജീവിത ദുരിതങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാമവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ കൃതജ്ഞതയോടുകൂടി നമുക്ക് അമ്മയോട് ചേർന്ന് ആരാധനയ്ക്കായി മാധ്യസ്ഥം വഹിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം സാധിച്ചു തരണം. വാഗ്ദാന പേടകമേ, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥന് വേണ്ടി അപേക്ഷിക്കാം. സന്തോഷത്തോടെ അമ്മയ്ക്ക് സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നും പ്രാർത്ഥിക്കണേ. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ കുടുംബത്തിന് ശക്തി തരണമേ. തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആത്മബന്ധമാണ് ആരാധനയുടെ അസ്ഥിവാരം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളത് ഓർക്കണം. കർത്താവ്, എന്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു? കാരണം എനിക്ക് ആരാധിക്കാൻ അവകാശമുണ്ട്, അർഹതയുണ്ട്. കാരണം എൻ്റെ ആത്മനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവൻ മരണത്തെ വീണ്ടെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച് ശിക്ഷ വാങ്ങിച്ച് എൻ്റെ വീണ്ടെടുപ്പിനും ഉയർത്തെഴുന്നേൽപ്പിനും നിത്യായുസ്സിന് വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥനും ഏകരക്ഷകനുമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്ക് ആരാധിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കുറച്ച് പേടികളുള്ള ആളാണ് ഞാൻ. ആരാധനാ സമൂഹത്തിന് വരുന്ന അബദ്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് പേടി വരുന്നത്. ആരാധനാ സമൂഹം അതിൻ്റെ അബദ്ധങ്ങൾ തിരുത്തിയാൽ കർത്താവുമായിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്താ കാരണം എന്നറിയാവോ? കർത്താവിനെ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം, ആ ബന്ധത്തിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ നിലനിൽപ്പ്, അതെല്ലാം ആ ബന്ധത്തിൻ്റെ എല്ലാം. ഇപ്പോൾ ഒരു പാലമാണെങ്കിൽ ഒരറ്റം നമ്മൾ റോഡിൽ ആ ജലാശയത്തിൻ്റെ ഇപ്പുറത്തും ഒരു അറ്റം അപ്പുറത്തുമായിരിക്കും.
പക്ഷേ ആരാധനയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ എപ്പോഴും പാലം പോലെയല്ല അത്. അതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം എല്ലാം കർത്താവിൻ്റെതാണത് മുഴുവനും. ചില സമയത്ത് ഇപ്പോൾ ഞാൻ എന്തെങ്ങനെ പറയണമെന്നറിയാമോ? എന്നൊക്കെ മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ചത് ലളിതമായിട്ട് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ചില സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഒരു ഉത്തരം താമസിക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴും ബൈബിള് പരിശോധിക്കുമ്പോൾ എപ്പോഴും അവസാനം നടപടിക്ക് വെക്കണത് ആരുടെ കാര്യത്തിലായിരിക്കും? ജനക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഭയങ്കര സ്പീഡാണ്. പക്ഷെ സ്വന്തക്കാരുടെ കാര്യത്തിലൊക്കെ കർത്താവ് ഇത്തിരി താമസിക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് താമസിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം. ജനക്കൂട്ടത്തിന് വിശന്നപ്പോൾ തന്നെ അപ്പമെടുത്ത് കർത്താവ് ആശീർവദിച്ച് കൊടുത്തു. കാനായിൽ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ വെള്ളം വീഞ്ഞായി കൊടുത്തു. എല്ലാം സ്പീഡാണ്. ജനക്കൂട്ടത്തിൻ്റെ താനുമായിട്ട് വലിയ പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അതേസമയം തന്നെ താനുമായിട്ട് ഒരു നൈയാമികമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയണതല്ല. ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് തോന്നണ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടാവുന്ന ഒരു വിഷയമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4 യാമം, 4 എന്നുള്ള വാക്ക് ബൈബിളിൻ്റെ രസകരമായ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. അവൻ രാത്രിയുടെ 4 യാമത്തിൽ, ഇപ്പം ഈ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ബെത്സയിദയിലേക്ക് മറുകരയ്ക്ക് പോകുന്ന സമയമില്ലേ, അപ്പം വർദ്ധിപ്പിച്ച രാത്രി, അപ്പം വർദ്ധിപ്പിച്ച ഒരു വൈകുന്നേരമാണ്. ആ 5 അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ കാര്യത്തിൽ അപ്പോസ്തലന്മാർ വന്ന് ആവരാതിപ്പെട്ടപ്പോൾ തന്നെ എമർജൻസിയായിട്ട് ആക്ഷൻ ഉണ്ടായി. അവരെ പറഞ്ഞു വിടാനാണ് അപ്പോസ്തലന്മാർ പറയണത്. പക്ഷേ ഈശോ പറഞ്ഞു വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ്നിങ് ആയിട്ടുള്ള ഇടപെടലുണ്ടായി. അവിടെ വെച്ച് തന്നെ അതിന് സമാധാനം ഉണ്ടാകും ജനങ്ങളുടെ കാര്യത്തിന്. പക്ഷെ സഹായിക്കാൻ ചെന്നപ്പോൾ 4 യാമമായിപ്പോയി. എന്താ വെച്ചാൽ ഇവർ ബെത്സയിദയിലേക്ക് പോകുകയല്ലേ. ദാറ്റ് മീൻസ് ബെത്സയിദ നമുക്കറിയാം തെക്ക് വടക്കാണ് ഈ ഗലീലയിലെ കടൽ കിടക്കണതേ. അതിൻ്റെ കിഴക്ക് വശത്താണ് ബെത്സയിദ എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ ഇവർ കഫർനാമിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് വന്നാലും അവിടെ ഇത്തിരി വീതി കുറവുള്ള സ്ഥലമാണ് ബെത്സയിദക്ക് ഓപ്പോസിറ്റുള്ള കടലേ. അവർ 6 കിലോമീറ്ററൊക്കെ ഉള്ളു. സാധാരണ 8 കിലോമീറ്റർ വരെ വരണതാണിത്. അപ്പോൾ ഈ 6 കിലോമീറ്റർ ഇവർ കിഴക്കോട്ട് ബെത്സയിദയിലേക്ക് പോവുകയാണ്. അത് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ പോകാൻ പറ്റും. കാര്യം 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇവർ 3 മണിക്കൂറല്ല എടുക്കണത്, 7, 5, 12, 3. അപ്പോൾ 5, 3, 8 മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഇവർ മൊത്തം. കാര്യം രാത്രി 4 യാമോ എന്ന് പറയുമ്പോൾ ഈശോ അപ്പോഴാണ് ഇവിടെ അടുത്തേക്ക് കടലിൽ മീതെ ചെല്ലണത്. ആ സമയം എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞാണ് ഈശോ ഇവിടെ അടുത്ത് എത്തണത്. വേണമെങ്കിൽ കർത്താവിന് നേരത്തെ എത്താമായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ചില വിഷയങ്ങൾ 4 യാമം വരെ കർത്താവ് കാത്തു നിൽക്കുന്നു. സ്വന്തം അരുമ സന്താനങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വെച്ച് താമസിപ്പിക്കൽ കുറച്ച് കൂടുതലാണ് കർത്താവിന്. ഇത് കർത്താവുമായിട്ട് ഇടപെടുമ്പോഴേ ഇത് രീതികളെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനത് നിങ്ങളോട് പറയത്തില്ല. ഇത് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രാത്രിയുടെ 4 യാമം 6:38 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. രാത്രിയുടെ 4 യാമത്തിൽ അവൻ അവരുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ 4ാമത്തെ യാമം വരെ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് നമുക്ക് സംശയം തോന്നും.
ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പതുക്കെ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളത് ധ്യാനിച്ചിരിക്കണം. നമ്മൾ വളരെ ഗൗരവപരമായ ഒരു ജീവിത പ്രശ്നങ്ങൾ നമ്മൾ കർത്താവിൻ്റെ പ്രകൃതി പരിശോധിച്ചുകൊണ്ട് ആധ്യാത്മിക പരിഷ്കാരം, ആധ്യാത്മിക പ്രബുദ്ധത വളർത്തുകയാണ്. ആധ്യാത്മിക പ്രബുദ്ധത പ്രധാനപ്പെട്ടൊരു ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് പഠനവും ദൈവവചന പഠനവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ. ഇപ്പോൾ നമ്മളിന്ന് 6:48 കണ്ടില്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ? എന്താണ്? രാത്രിയുടെ 4-ാം യാമത്തിലാണ് അവൻ അപ്പോസ്തലന്മാരുടെ ഇടയ്ക്കൊക്കെ വന്നത്. ഇതുപോലെ രസകരമായ വചനമുണ്ട്. അവൻ എവിടെയാണ് അടക്കിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലാസറിൻ്റെ പെങ്ങൾ മാർത്ത പറയും, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, അവൻ മരിച്ചിട്ട് 4 ദിവസമായല്ലോ. അവിടെ 4 11:39 യോഹന്നാന്റെ സുവിശേഷം. അതും വെച്ച് താമസിപ്പിച്ചതാണ്. അതും താമസിച്ചതാണ്. അത് ശരിയല്ലേ അച്ഛൻ പറയണത്? അവിടെ 4. അത് വേണമെങ്കിലും കർത്താവിന് വേണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു 2 കാര്യങ്ങളും. അപ്പോൾ ദൈവം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് മൈ പോയിൻ്റ്. വേണമെങ്കിൽ കർത്താവിന് ഈ 2 കേസുകളും നേരത്തെ ചെയ്യാമായിരുന്നു. ശരിയല്ലേ? പിന്നെന്താ? കർത്താവ് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കർത്താവ് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റർ റീസൺ. അതതിൻ്റെ വിഷയം. കർത്താവ് ഒരു വിഷയം വെച്ച് താമസിപ്പിക്കുമ്പോൾ യു ക്യാൻ എക്സ്പെക്റ്റ് എ ഗ്രേറ്റർ മിറക്കിൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നീ ഇടപെടാതെ പോയിട്ടുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും എന്നിൽ ദൈവസ്നേഹവും അഭിഷേകമായി നൽകണമേ. ഓ ആരാധനേ, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ വരെ ഈ ആരാധന പ്രകടനമൊക്കെ ചെല്ലുമ്പോഴേ ചങ്കയെ കൊണ്ട് ചെല്ലണം, അല്ല ചുണ്ടയെ കൊണ്ട് ചെല്ലരുത്. ചങ്കയെ കൊണ്ട് ചെല്ലിയാൽ മാത്രമേ കർത്താവിനത് തൊടത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ആരാധന പ്രകടനം കേൾക്കുമ്പോൾ കൈ നെഞ്ചത്ത് വെച്ച് നിങ്ങളും പറയണം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ എവിടെയാണ് നിൽക്കണതെന്ന് നോക്കണം. അടുക്കളയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്രയിലായിരിക്കും, വണ്ടിയിലായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. കൈ നെഞ്ചത്ത് വെച്ച് പറയണം, കാര്യം നീ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഓർത്തേക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങേ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവനെ അടിപ്പിടറ പോലെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. നമ്മുടെ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയങ്ങളെ സ്പർശിക്കണ കർത്താവേ. ആരോഗ്യങ്ങളെ ഉയർത്തണ കർത്താവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ഈ വെച്ച് താമസിപ്പിക്കണ പോലെ തന്നെ കർത്താവിൻ്റെ ഒരു
പ്രകൃതമാണ് പരീക്ഷണം. പ്രകൃതമല്ല, പരീക്ഷണം ആണ് അവഗണിക്കുന്നതായിട്ട് ഭാവിക്കുക. ഇത് നമ്മൾ നേരത്തെ ധ്യാനിച്ച വിഷയമാണ് ഒരു 2 ആഴ്ച മുമ്പ്. ഞാനിപ്പോൾ ഈ വെച്ച് താമസിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴേ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്നറിയാവോ? യു മസ്റ്റ് ഹാവ്, അതായത് കർത്താവുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പ്രത്യാശയില്ലാതെ നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രം പോരാണ്ട് വരും. ഇപ്പം നമ്മളെ പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാ? പരിശുദ്ധാത്മാവേ കർത്താവുമായിട്ട് ജീവിക്കാനുള്ള പ്രത്യാശ തരണമേ. ഒന്ന് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ കർത്താവിൻ്റെ ആത്മാവേ യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഈശോക്ക് ഇങ്ങനെ അവഗണിക്കണ പോലെയുള്ള ഇങ്ങനെ ഭാവിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മളെ അവഗണിച്ചു, ഒഴിവാക്കി, എൻ്റെ പാപം കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണൊക്കെ ചിന്തിച്ച് നമ്മളുടനെ പ്രാർത്ഥനയിൽ ഡൗൺ ആകും. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരം അത്. കർത്താവ് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ വായിച്ച സുവിശേഷമില്ലേ, മർക്കോസിൻ്റെ 6-ാം അധ്യായം, അവിടെ എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ. ഇത് ആവർത്തിക്കുന്ന കണക്കാക്കരുത്. നമ്മളൊന്ന് ഈ ഒരു വിഷയവുമായിട്ടൊന്ന് കൂട്ടിവെച്ച് നോക്കുകയാണ് ധ്യാനിച്ച്. അതായത് അവർ കർത്താവ് 4-ാം യാമത്തിലാണ് വന്നതെങ്കിലും അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് കിടക്കണത്. 6:48 മൈൻഡ് ചെയ്യണില്ല. അവരെ കടന്നു പോകാൻ ഈ വിശ്വാസ ജീവിതം, മക്കളെ, വിശ്വാസം, ഫെയ്ത്ത് ഇസ് എ ചാലഞ്ച്. വിശ്വാസം ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ദൈവത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും പ്രകൃതി മാറ്റങ്ങളെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ വിശ്വാസിക്ക് കഴിയണം. ആ കഴിവ് വിശ്വാസി ആർജിക്കണത് എങ്ങനെയാണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? അത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ശരിക്കും കഴിവുണ്ടാക്കണത്. ഇപ്പം നമ്മൾ യോഹന്ന 1:12 വായിക്കണില്ലേ? എന്താ വായിക്കണേ? അതായത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി, എബിലിറ്റി. എന്താണത്? ലവ്. ദൈവത്തെ സ്നേഹിക്കണത് ഒരു കഴിവാണ് ശരിക്കും. അങ്ങ് ആ കഴിവ് നമ്മൾ സ്നേഹിച്ചാണ് ആർജിക്കണത്. ആ കഴിവ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാണ് ആർജിക്കണത്. അപ്പോൾ ആർജിക്കുന്ന കാരണം ശരിക്കും നമുക്ക് ആ ദൈവസ്നേഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു പരാതിയില്ല, അവഗണിച്ചാലും പ്രശ്നമില്ല. കർത്താവ് കടന്നു പോയാലും നമുക്ക് പ്രശ്നമില്ല. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. 1 കൊരിന്ത്യർ 13:7 നമ്മൾ വായിക്കത്തില്ലേ? സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ അല്ലേ, 13:7, 1 കൊരിന്ത്യർ 13:7 എന്താണ് നമ്മൾ അതായത് സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. അത് കാരണം കർത്താവ് അവഗണിച്ചാലും നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ കർത്താവ് നമ്മൾ അവഗണിക്കും. കാര്യം ഇപ്പോഴ് എമ്മാവസ്ഥയ്ക്ക് ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? അതും അവഗണിക്കുക. സന്ധ്യ വരെ അവിടെ കൂടെ നിൽക്കുക. സന്ധ്യ ആയപ്പോൾ കാലുവായി. സന്ധ്യ വരെ അവിടെ കൂടെ ഉണ്ടായിരുന്നതാണേ. സന്ധ്യ ആയപ്പോൾ ഉണ്ട് ആൾ കടന്നു പോകാൻ ഭാവിച്ചു എന്നല്ലേ പറയണത്. 24:28 ലൂക്കായുടെ സുവിശേഷം 24:28 അവർ കടന്നു പോകാൻ ഭാവിച്ചു. അവിടെയും ഭാവിക്കലാണ് വരുന്നത് ശരിക്കും. അങ്ങനെ ഭാവിക്കുന്നത്, കടന്നു പോകാൻ ഭാവിക്കണത്, അവഗണിക്കണത് കർത്താവിൻ്റെ ഒരു ആധ്യാത്മിക പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം പരിശീലനമാണ്. ശിഷ്യത്വത്തിൻ്റെ പണിയാലയിലാണ് ഈ അപ്പോസ്തലന്മാർ 24 hours തൊട്ട പരിശീലനമാണ്. ഒരു റെസ്റ്റുമില്ലാത്ത ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ആദ്യം തിയറി പറയും, പിന്നെ പ്രാക്ടിക്കൽ വരും. എപ്പോഴും വേണമെങ്കിലും വരാം. ഐ ആം ദി ലൈഫ് ആൻഡ് റിസറക്ഷൻ എന്ന് പറയും 11:25.
ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് പറയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അത് പ്രസ്താവനയാണ്. ആ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് എക്സ്പോസ് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വൽ കാണിക്കും, ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട്. എല്ലാം ഇങ്ങനെയാണ് കർത്താവ് ചെയ്യണത്, എല്ലാം ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും പരിശീലനത്തിലായിരിക്കും അപ്പോസ്തലന്മാർ. അതിലെ അവൻ രഹസ്യമായി ആയിരുന്നു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയത്തില്ലേ. അപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കണത് തുടരുകയാണ് ശരിക്കും. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാ? നമ്മൾ പരിഭ്രാന്തരാകും ചിലപ്പോഴേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, അങ്ങനെ ഒരു വചനമില്ലേ കർത്താവ്, അതായത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താണ് അനുകമ്പ തോന്നാൻ കാരണം? അവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അതാണ് മർക്കോസിൻ്റെ, നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഇപ്പം നമ്മൾ കണ്ട വചനമാണത്. അതായത് ജനക്കൂട്ടത്തെ, ഈ മത്തായിയുടെ സുവിശേഷം 9:36 അല്ലേ, എന്താണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താ കാരണം? ആ ജനങ്ങളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെപ്പോലെ പരിഭ്രാന്തരായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. എപ്പോഴും വരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. അപ്പോഴേ പരിഭ്രാന്തി വരും. പിന്നെ എന്താണ് പരിഭ്രാന്തിയുടെ അവസാനം? എന്താ? നിസ്സഹായത. അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണത്, പരിഭ്രാന്തതയും നിസ്സഹായതയും. നമുക്കൊക്കെ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് എന്താ ചെയ്യണത്? നമ്മൾ മർക്കോസ് 6:34 വായിക്കുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തതെന്ന് മനസ്സിലാകും. ഈ പരിഭ്രാന്തത മാറ്റാൻ, അതുപോലെ തന്നെ ഈ നിസ്സഹായത മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അവൻ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. കണ്ട മർക്കോസിൻ്റെ സുവിശേഷം 6:34. അപ്പോൾ കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കണവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ട്. എന്തിനാ? ജോലി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കാൻ, അല്ലേ? 10 പൈസ സാലറി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കണേ എന്തിനാ? സാലറി കിട്ടാനില്ല. ബൈബിൾ പഠിക്കണേ എന്തിനാ? പരിഭ്രാന്തത മാറ്റാൻ, നിസ്സഹായത മാറ്റാൻ. അതാണ് പല കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ 9:36 അനുസരിച്ചുകൊണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 6:34 അനുസരിച്ചുകൊണ്ട് കർത്താവേ എൻ്റെ ആകുലതകളെ, പരിഭ്രാന്തത മാറ്റി, എൻ്റെ നിസ്സഹായത മാറ്റി, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകാനത് വചനമാണെങ്കിൽ ആ വചനം അതിനു വേണ്ടി പഠിക്കാനുള്ള ഉത്കർഷം നൽകണമേ. 6:34 കണ്ടില്ലേ? അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കണ്ടില്ലേ? 9:36 കണ്ടില്ലേ? എന്താണ് പരിഭ്രാന്തത, നിസ്സഹായത? അതിനു വേണ്ടിയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്, വചനങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം നമ്മൾ അറിയണം. നമ്മുടെ പരിഭ്രാന്തത മാറാനും ഇടയൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഇടയൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് വചനങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? പരിഭ്രാന്തത മാത്രമല്ല വരണത്. ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോണത് എന്താണ്? ദൈവത്തിൻ്റെ ബോധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിച്ചാൽ ഉണ്ടാകാൻ പോണത് എന്താണ്? മ്ലാനതയുണ്ടാവും. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പറ്റിയത്. മ്ലാനതയില്ല അവർക്ക്. ഇപ്പോൾ 24:17 അവർക്ക് മ്ലാനതയുണ്ടായി.
ഇപ്പോൾ 9:36 അപ്പോസ്തലന്മാരെ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴേ കർത്താൻ അനുകമ്പ തോന്നാൻ കാര്യം അവർ പരിഭ്രാന്തരെ നിസ്സഹായരായിരുന്നു. ഈ പരിഭ്രാന്ത നിസ്സഹായതയും തന്നെയാണ് ഈ മർക്കോസിൻ്റെ മത്തായിയുടെ 9:36 അനുസരിച്ചുള്ള പരിഭ്രാന്തതയും നിസ്സഹായതയും തന്നെയാണ് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24:17. എന്താണ്? മ്ലാനത. രണ്ടും വിഷയം എന്താണ്? ഇടയിൽ നഷ്ടപ്പെട്ടു. ഈ സുവിശേഷ ഭാഗങ്ങൾ ഭയങ്കര ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ധ്യാനിച്ചെടുത്തതാ, കർത്താവ് തന്നതാ. അതായത് ഒരു സ്ഥലത്ത് ഇടയിൽ നഷ്ടപ്പെട്ടു, അവർ പരിഭ്രാന്ത നിസ്സഹായതയുമായി. മർക്കോസ് 9:36, അതുപോലെ അല്ല മത്തായി 9:36, മർക്കോസിൻ്റെ 6:34. ഇപ്പോഴേ ഇവിടെ എന്താ? നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് എന്നാ? അവർക്ക് ഇടയം നഷ്ടപ്പെട്ടതാ, ഇടയം മരിച്ചു. ആ ക്ലയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ മെനയെന്ന് നിന്നിരുന്ന ആളാണ്. ആ കക്ഷി വരെ ഇപ്പോൾ വണ്ടി വിടുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, കർത്താവിനെ ഉപേക്ഷിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഗുഡ് ബൈ പറയുക മാത്രമല്ല, ദൈവവിശ്വാസം നഷ്ടപ്പെടുക, കർത്താവിൻ്റെ ദൗത്യത്തിൽ സംശയം തോന്നുക, സ്വന്തം വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടിയുള്ള തിരിച്ചോട്ടമാണ് നടത്തുന്നത്. ശിഷ്യന്മാരിങ്ങനെ ചെയ്യും. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അതുകൊണ്ട് അവർ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവരെന്താ പറയണത്? 24:17 ലൂക്കാസ് സുവിശേഷം. അവർ മ്ലാനവദനരായിരുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയാണല്ലോ മുഖത്ത് കാണുന്നത്. മ്ലാനവദനരായിരുന്നു. ഇനി കർത്താവിൻ്റെ ദൗത്യം എന്താണ്? ഇവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യണ കർത്താവ്. സംഭവിക്കാം. ലൂക്കായുടെ സുവിശേഷം 24:25 അവൻ ദൈവവചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് ഈ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്? ഇവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അങ്ങനെയുള്ളവർ കർത്താവ് വചനം പഠിപ്പിക്കും. പിന്നെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കും. അപ്പോൾ വ്യാഖ്യാനം പ്രധാനപ്പെട്ട ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നെബൂഖദ്നേസറൊക്കെ വിളിക്കുമ്പോൾ വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണെന്ന് പറയും. ആര് പറയും? ദാനിയേൽ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണ്. അത് ശരിയാണ് സംഭവം. അതാണ് ഇപ്പോൾ 24-25 നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ. ദൈവത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും. മ്ലാനവദനായിട്ടുള്ള ഹൃദയം ജ്വലിക്കും, പരിഭ്രാന്തരുടെ ഹൃദയം ജ്വലിക്കും, നിസ്സഹായുടെ ഹൃദയം ജ്വലിപ്പിക്കും. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ വൈകുന്ന കാലമില്ലേ, ജീവിതത്തിൽ വൈകുന്ന, അച്ഛൻ നേരത്തെ പറഞ്ഞത് എന്താണ്? വൈകിയാണ് ഈശോയത്ര എന്ന്. ഇതുപോലെ തന്നെ വൈകുന്ന സമയം ജീവിതത്തിൽ വൈകുമ്പോൾ, ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോ അടുത്ത് വന്ന എപ്പോഴാണ്? നേരം വൈകണം എന്നാണ് പറഞ്ഞത്. നേരം വൈകുമ്പോൾ വരാൻ പറ്റിയ ഒരാളാണ് കർത്താവ്. ഇത് മനോഹരമാണ് സുവിശേഷം അല്ലേ? ജീവിതത്തിൽ നേരം വൈകുമ്പോഴേ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ് ഈശോ. 6:35 മനോഹരമാണ്. മർക്കോസിൻ്റെ അപ്പോസ്തലന്മാരെ അവൻ്റെ അടുത്ത് വന്നു. എന്തിനാ വന്നതിനൊരു കാരണം എന്താ പറയണത്? കർത്താവേ നേരം വൈകുന്നു. 6:35 കർത്താവേ നേരം വൈകുന്നു. നമുക്കൊരാളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരം വൈകിയ പറയാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. നേരം വൈകിയ വേറെ ഒരു സമയവും ഉണ്ട് ഇതുപോലെ. കർത്താവേ നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് താമസിക്കുക. ഈ നമ്മുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 6 6ൻ്റെ ഈ 30 തൊട്ടുള്ള വചനങ്ങളും എമ്മാവൂസിലേക്ക് പോലുള്ള വചനങ്ങളില്ലേ, അതെല്ലാം ഏറെക്കുറെ ഭയങ്കര സമാന്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. കാര്യം ഞാൻ അതിൻ്റെ വാക്കുകളെല്ലാം ശ്രദ്ധിക്കും. ഭയങ്കര രസകരമായ ജീവിതാവസ്ഥകളാണ്. രണ്ട് സെയിം ആശരിക്കും. ഇവിടെ എന്താ പറയണത്? ഇപ്പോൾ 24-29 ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? ഇപ്പം 6:35 സമാന്തരമാണ്. മർക്കോസിൻ്റെ 6:35 സമാന്തരം കണ്ടില്ലേ? നോക്കിയേ. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു. നേരം വൈകുമ്പോഴേ നിർബന്ധം ഉണ്ടാകണം കർത്താവിൻ്റെ അടുത്ത്.
നിർബന്ധം എന്ന് പറഞ്ഞാലേ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? ശരണമെന്നാ. പ്രത്യാശ, നമ്മൾ പറയുന്ന പ്രത്യാശയേക്കാൾ വലുതാണ്. പ്രത്യാശ ഹോപ്പാണ്, ശരണം ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നതിൻ്റെ അർത്ഥം. ഇനി വേറെ ആളില്ല, ആളുണ്ടെന്ന് പറഞ്ഞാലും വേണ്ട, നീ മാത്രം, നീ മാത്രം. നിൻ്റെ കാൽക്കൽ വീട് മരിച്ചാലും പറ്റില്ല, കുഴപ്പമില്ല, നീ മാത്രം. അതാണ് ശരണമെന്ന് പറയണത്. കർത്താവേ, ഞങ്ങളോടൊത്ത് താമസിക്കുക. എന്താണ്? നേരം വൈകുന്നു. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇരുട്ട് കയറുമ്പോൾ, എല്ലാം വൈകി പോകുമ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ ഒരാളുണ്ട്. അവൻ്റെ പേരുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ചെന്ന്. അതാണ് 24:30 നമ്മൾ വായിക്കുന്നത്. നേരം വൈകുമ്പോൾ അപ്പം കയ്യിലെടുക്കുന്നത് ആദിമസഭയുടെ അനുഭവ സമ്പത്താണ്. പരിശുദ്ധ കുർബാന നേരം വൈകുമ്പോൾ എൻ്റെ ദൈവപൈതലേ, ശ്രദ്ധിക്കണേ ദൈവപൈതലേ, ഇന്ന് നമ്മൾ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. കാര്യം അപ്പം മുറിക്കാൻ നമുക്ക് അവസരമില്ലാതെ പോവുകയാണ്. നമ്മുടെ നേരങ്ങൾ വൈകിയ സമയത്ത് അപ്പം മുറിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കാലമാണിത്. ഇത് നിങ്ങൾ കേൾക്കണം. അതുകൊണ്ടാണ് ഓൺലൈനിലാണെങ്കിൽ എൻ്റെ മക്കൾ കുർബാന കൂടണമെന്ന് പറയാൻ കാരണം അതാണ്. എന്താണ്? നേരം വൈകുമ്പോൾ അവൻ ചെയ്യണ കാര്യം എന്ത്? ജീവിതത്തിൽ രോഗം വരുമ്പോൾ നമ്മുടെ നേരം വൈകുകയാണ്, ഇരുട്ട് കയറുകയാണ്. ഒരു വിവാഹം നടക്കാതെ വരുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുകയാണ്, നേരം വൈകുകയാണ്. ഒരു രോഗം സുഖപ്പെടാതിരിക്കുമ്പോൾ ആ ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുകയാണ്, നേരം വൈകുകയാണ്. അപ്പോഴെല്ലാം ചെയ്യേണ്ട ആദ്യ നടപടി എന്താണ്? അപ്പം കയ്യിലെടുക്കുന്നവൻ്റെ മേൽ ആശ്രയിച്ച് അപ്പം വാങ്ങിക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥിക്കുക. കർത്താവേ, എത്രയും വേഗം കൊറോണ അവസാനിച്ചുകൊണ്ട് അങ്ങനെ അൾത്താറയിലെ ഓടി അണിഞ്ഞുകൊണ്ട് ഈ ആശ്രയിച്ച അപ്പം നിന്റെ ശരീരം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനും അതിജീവിക്കുവാൻ സഭയെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണ ഒരു സമയമാണിതെന്ന് കൂടി എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയണം. എന്താണെന്നറിയാവോ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം നമ്മൾ കേട്ടവർക്കും മർക്കോസിൻ്റെ സുവിശേഷമില്ലേ? ആ മർക്കോസിൻ്റെ സുവിശേഷം 6:48 നമ്മൾ വായിച്ചപ്പോൾ അതിൽ വളരെ ഹൃദ്യമായൊരു വരി കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? രാത്രിയുടെ 4-ാം യാമത്തിൽ അപ്പോസ്തലന്മാർ വഞ്ചി തുഴഞ്ഞ അവശരായെന്ന് മനസ്സിലായപ്പോൾ അവൻ അവരുടെ അടുക്കിലേക്ക് വന്നുവെന്നാണ്. അപ്പം ദിവ്യകുർബാന അർപ്പിക്കപ്പെടാത്ത അവസ്ഥയാണെങ്കിലും ആത്മാവിൽ കർത്താവ് നിൻ്റെ വീട്ടിലോട്ട് വരും. കാര്യം നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്. അതായത് അതാണ് 6:48. അതായത് രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ വഞ്ചി തുഴഞ്ഞ അവശരായെന്ന് അവന് മനസ്സിലായി. കാരണം എന്താണ്? കാറ്റ് എതിരെയായിരുന്നെന്ന്. കാറ്റ് എതിരെ, അത് നിസ്സാര കാര്യമല്ല. കാറ്റെതിരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും. എല്ലാ കാര്യവും നമുക്ക് എതിരായി വരും. പണ്ട് യാക്കോബ് പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് എതിരാണല്ലോ എന്ന്. അങ്ങനെയല്ലേ അവൻ ഒളിച്ചോടി യേശാവിലേക്ക് ഒന്ന് പോയത്, എല്ലാം എനിക്ക് എതിരായി വരണമെന്ന്. അതുപോലെ കാറ്റ് അവർക്ക് എതിരായിരുന്നെന്ന്. കാര്യം എന്താണ്? ബെത്സയിദയിലോട്ടാണ് ഇവർ പോണത്, കിഴക്കോട്ടാണ് പോണത്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പോവുകയാണ്. അപ്പോൾ കിഴക്കുനിന്ന് കാറ്റ് പടിഞ്ഞോട്ടടിക്കുകയാണ്. ഇതിൻ്റെ രസകരമായൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പോഴേ കിഴക്കുനിന്ന് കാറ്റ് എതിരായി കഴിഞ്ഞാൽ ഇത് കൂടി എതിരാകുമെന്നറിയാവോ? കാറ്റെതിരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒഴുക്കും എതിരാകും. കാര്യം വാട്ടർ ഫ്ലോ ഇല്ലേ, സർഫസ് വാട്ടറിൻ്റെ ഫ്ലോ, അത് എലോങ് വിത്ത് ദ വിൻഡാണ്. സർഫസ് അതായത് സമുദ്രത്തിന് മേൽവെള്ളമില്ലേ, സമുദ്രത്തിന് മേൽവെള്ളം ഒഴുകണത് കാറ്റ് എങ്ങോട്ടൊഴുകുന്ന അതിൻ്റെ കൂടെയാണ് ഒഴുകണത്. ബൈബിളിൽ അതില്ല, പക്ഷെ അത് മനസ്സിലാകും നമുക്ക് പഠിക്കുമ്പോഴേ. അതായത് കാറ്റെതിരാണെങ്കിൽ ഒഴുക്കും എതിരാ. അതുകൊണ്ടാണ് ഈ 8 മണിക്കൂറൊക്കെ എടുക്കണതേ. തന്നെയല്ല, ഇത് നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, തെക്ക് വശത്ത് വടക്ക് വശത്ത്. അങ്ങനെ വരുമ്പോഴെന്താ പറയുമ്പോൾ 2 വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്.
അതായത് കാറ്റും ഒഴുക്കും എതിരാകുകയും ഭൂമി കിഴക്കുന്ന് പടിഞ്ഞോട്ട് കറങ്ങുകയാണ് ചെയ്യണത് അല്ലേ? ഭൂമി കിഴക്കുന്ന് പടിഞ്ഞോട്ടല്ലേ കറങ്ങണത്? ഒഴുക്കെങ്ങോട്ടാണ് വരണത്? കിഴക്കുന്ന് പടിഞ്ഞോട്ട് വരുന്നത്. ഇത് ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ് കറങ്ങണത്. ഒഴുക്കും കാറ്റും വരണത് കിഴക്കുന്ന് പടിഞ്ഞോട്ട്. എന്താ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? ചുഴികളുണ്ടാകും. നെറ്റിൻ്റെ ഇഫക്റ്റ് എന്താ? ചുഴികളുണ്ടാകും. അപ്പോൾ ഈ വള്ളം വട്ടം കറങ്ങുമെന്ന് ഉറപ്പാണ്. ഇത് വെറുതെ അല്ലേ ഇവർ പരീക്ഷണമായത്? നമ്മുടെ ജീവിതം പോലെ തന്നെ ഇത്. കാര്യം കാറ്റുമെതിരെ ഒഴുക്കിനുമെതിരെ പിന്നെ ചുഴികളും. ഈ സമയത്താണ് അവർ തണ്ട് വലിച്ച് പരവശമാകണത്. അതുകൊണ്ടാണ് ഈശോ അടുത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ വിശദീകരിക്കണമെന്ന്. ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ ഒരു ആൺമകൻ അല്ലെങ്കിൽ 3 പെൺമക്കൾ. ഈ 3 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കെട്ടാൻ പെണ്ണുണ്ടാകത്തില്ല. കാര്യം എന്താണ്? എത്ര വീടുകളിലാണ് ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നത് ശരിക്കും? കാര്യം ഇവരെല്ലാം പറഞ്ഞു വരണ്ടേ? ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രസവവും കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ കുടുംബം ചൊള്ളായിപ്പോവും, ഒന്നുമില്ല പിന്നെ. അത് കാരണം വേറെ പെണ്ണുങ്ങളാരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കത്തില്ല. അവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും, എന്തിനാ കെട്ടിയിട്ട് എന്തിനാ കാണിക്കാമെന്ന് ചോദിക്കും. ഇങ്ങനെ വളരെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന കാറ്റുമെതിരാണ് ഒഴുക്കുമെതിരാണ് തണ്ട് വരിച്ച് പരിശീലനം കിടന്ന് അടുക്കടലിൽ കിടന്ന് കളിക്കുന്ന കുടുംബങ്ങൾ എന്തുമാത്രമുണ്ട് മക്കളെ. അവരൊക്കെ കേൾക്കാനാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അല്ലാതെ കടലിലെ കഥയല്ല ഇത്, നമ്മുടെ ജീവൻ കുടുംബത്തിലെ കഥയാണിത്. അതായത് കാറ്റുമെതിരാകുന്നു ഒഴുക്കുമെതിരാകുന്നു. സ്വാഭാവികമായിട്ട് ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് കറങ്ങുന്നു. കാറ്റ് കിഴക്കുന്ന് പടിഞ്ഞോട്ട് വരികയും ചുഴിയിൽ പെടുകയും ചെയ്യും. ചുഴികളുണ്ടാകുന്നു. നമ്മുടെ ജീവിത കുടുംബം അതിൽ കിടന്ന് വട്ടം തിരിയണത് പോലെ. ചില ആൾക്കാർ പറഞ്ഞ അച്ഛാ വട്ടം തിരിയണമെന്ന് പറയുന്നത് അതാണ് സാധനം. ഈ വട്ടം തിരിയണ സമയം എന്താണെന്നറിയാവോ? അവർ തണ്ട് വലിച്ച് അവസരമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ അവൻ കടലിൻ്റെ മീതെ നടന്നായാലും അവിടെ അടുത്തെത്തും. അതാണ് വിശ്വാസം. എൻ്റെ ദൈവത്തിലെ പ്രായോഗികമായിട്ടും സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായിട്ടും നീ ഒരു ചുഴിപ്പെട്ടിരിക്കണമെങ്കിൽ പോലും നിനക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാര്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദരത്തിൽ വേദനയുള്ള മക്കളെ ഉദരത്തിൽ കൈവെക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഉദരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം അപ്സെറ്റായി പോകും. ഇപ്പം മൂത്രം പോകാത്ത ആൾക്കാരില്ലേ, മലം പോകാത്തവരുണ്ട്. അവർക്ക് അനുഭവിക്കുന്ന ശ്വാസം മുട്ടലെന്ന് പറയണതേ തീർന്ന അവരുടെ ജീവിതം. വല്ലപാടും ചത്താൽ മതിയെന്ന് വരെ വീട്ടിലും ആശുപത്രിയും കിടന്ന് വേദനിക്കുന്നവരുണ്ട്. അവരെയാണ് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ ദയവായിട്ട് ഉദരത്തിൽ കൈവെക്ക്, ഉദരത്തെ വേദനയോടെ കൈവെക്ക്. എന്നിട്ട് പറ, കർത്താവ് ഈ കൈ എൻ്റെ കൈയല്ല നിൻ്റെ കൈയായിട്ടാണ് ഞാൻ വെക്കണമെന്ന് പറ. എന്ന് പറഞ്ഞ കർത്താവേ എന്റെ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. ഞാൻ വെച്ചിരിക്കുന്ന കൈ എന്റെ കൈയല്ല, വിശ്വാസത്താൽ നിന്റെ കൈയാണ്. കാറ്റിനെ ശാസിച്ച കൈ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കൈ, ഉയർപ്പിച്ച കൈ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ ഉദര രോഗങ്ങള്, നാമത്തിലെ ഉദര രോഗങ്ങള് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇപ്പോഴ് നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട പ്രത്യേകം ഓർക്കുക. മലമൂത്രങ്ങളെല്ലാം കിടപ്പിലായിപ്പോയ ആൾക്കാരില്ലേ, അപ്പം ചില ആൾക്കാർ വല്ലപാട് ഇയാളൊന്ന് ചത്താൽ മതി എന്ന് പോലും വീട്ടിലുള്ളവർ സ്നേഹമില്ലാത്തൊരു പറയണ ഒരു സമയമുണ്ട്. കിടപ്പ് രോഗം ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥയാണ്. അതിൻ്റെ മാനസികാവസ്ഥ അതിനേക്കാൾ ഭയങ്കരമാണ്. നമ്മൾ നിസ്സഹായരായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ജീവിക്കണമല്ല കർത്താവ്, എന്നെ അങ്ങോട്ട് എടുത്തുവെന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിസ്സഹായ അവസ്ഥകളില്ലേ. എത്ര കിടപ്പ് രോഗികളെയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നത് ഓരോ ദിവസവും. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പോയി ഈ മൊബൈലും പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും അമ്മമ്മയും ആരാണ് കിടപ്പ് രോഗികൾ അവരുടെ ശരീരത്തിൽ നിങ്ങൾ കൈവെക്കണം. ഇപ്പോഴേ ഇത് കൃപാസനത്തിൽ നിന്ന് ആരാധന നടത്തുമ്പോൾ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ സ്വർഗീയ നിമിഷമാണെന്ന് ഓർത്ത് വേണം കൈവെക്കാൻ. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും ശരി, രോഗികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അവരെ സ്പർശിക്കണം.
എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിശ്വാസപ്രവണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കിടപ്പ് രോഗികൾ, കർത്താവേ ഈശോ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറേ രോഗികൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ഉയർത്തുന്നേറ്റ വലതുകരം, ആണിപ്രതാർന്ന അത്ഭുത കരത്ത കർത്താവ്, അടിപ്പിണർ പോലെ കർത്താവ്, കിടപ്പ് രോഗികളുടെ മേലെ കർത്താവിന്റെ സത്യങ്ങളുടെ അമ്മ, പരിശുദ്ധ അമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങള് യേശു നാമത്തില് അത്ഭുതകരമായി മാറട്ടെ. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? കൃപാസനത്തിൻ്റെ ഓൺലൈൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ണീരെല്ലാം കാണാൻ പറ്റും. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത്, കൃപാസനത്തിലേക്ക് വിടുന്ന ഓരോ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെയല്ല, വണക്കമാസത്തിൻ്റെ സമയത്ത് ഇങ്ങനെ 5 ദിവസത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുകയുണ്ട്. ചില പേര് വിളിച്ച് പറയത്തില്ല. കാര്യം 1000, 2000, 3000 ഒക്കെയാണ് പ്രാർത്ഥനാ സഹായം വരണത്, അപേക്ഷ വരണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കും. കാര്യം 30 വർഷത്തെ പ്രേക്ഷിത ചൈതന്യവും മിഷൻ പ്രവർത്തനവും മാധ്യസ്ഥ പ്രാർത്ഥനയും കോടികളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആധ്യാത്മിക ആസ്തിയിലേക്കാണ് നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഓർക്കണം. അവിടെയാണ് അമ്മ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട് ഈ ആരാധന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണത്. നമുക്കിപ്പോൾ രോഗികൾക്ക് വേണ്ടി, ഈ രാജ്യത്തുള്ളതും അന്യ രാജ്യത്തുള്ള രോഗികളും നമ്മുടെ ബന്ധുക്കൾ, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. അവരെല്ലാം ഈ നിമിഷം കർത്താവ് തൊടു. എൻ്റെ മക്കൾ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്ന് മുട്ടേ നിൽക്കാവോ? ഇപ്പോഴും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഏത് കോണ്ടിനെൻറ്റിലായാലും ശരി, ഏത് ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ശരി, നിൻ്റെ ജീവിത പങ്കാളിയായും നിൻ്റെ ബന്ധുക്കളായാലും നിൻ്റെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എൻ്റെ സ്വദേശത്തും എൻ്റെ വീട്ടിലും അന്യ ദേശങ്ങളിലും രോഗികളായി അറിയാവുന്ന വ്യക്തികളെ എൻ്റെ പ്രാർത്ഥനയിലെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. മാരക രോഗങ്ങൾ, മരുന്ന് കയറാത്ത അവസ്ഥകള്, മരുന്ന് ഭരിക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. 30 വയസ്സായ എൻ്റെ മകൻ്റെ വിവാഹം താമസിച്ചു പോകുന്നു. അമ്മേ, അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്നാണ് അമ്മച്ചി പ്രാർത്ഥിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം എന്താണെന്നറിയാവോ? 32, 33, 36 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ ജീവിത പങ്കാളിയെ കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത്, അമ്മയുടെ വിഷയം തന്നെ ഇത്രയും വലിയ വേദനയാണെങ്കിൽ അവരുടെ വേദന അതിനേക്കാൾ എത്രയോ വലിയ വേദനയായിരിക്കും. പക്ഷേ എന്ത് വേദനയായാലും ഇത് കൃപാസനത്തിൽ നിന്ന് അനേകം മക്കൾ 50 വയസ്സുള്ളവർ വരെ കല്യാണം കഴിച്ച് സാക്ഷ്യമായി പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ആശ്രയിക്കുക, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിത പങ്കാളി ലഭിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് പണവും ആരോഗ്യവും സൗന്ദര്യവും സൗകര്യവും സാഹചര്യവും ഒത്തിണങ്ങാത്തത് കാരണം ജീവിത പങ്കാളിയെ കിട്ടാത്ത എല്ലാവരെയും ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുനാമത്തിലെ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും നമ്മുടെ ഒപ്പമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പം തന്നെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ കാറ്റത്ത് പറന്നു പോയ പേജുകൾ പോലെ ആയില്ലേ? ഇതെങ്ങനെയാണ് രണ്ടാമതൊന്ന് സ്വരുക്കൂട്ടി എടുക്കണത്? എങ്ങനെയാണ് സ്വരുക്കൂട്ടി എടുത്തിട്ട് വീണ്ടും പഴയതുപോലെ അവസ്ഥ, പിന്നെ പഴയതുപോലെ അവസരമാകുമോ എന്ന് പോലും സംശയമുള്ളവരുണ്ടാകും. ഞാൻ കർത്താവിൻ്റെ കാര്യം ഓർക്കും, എപ്പോഴും പറയുക, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ എന്തെന്നാ പറയണത്? പുനരുദ്ധാനം എന്നാണ് പറയണത്. അതുകൊണ്ടാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ 3-ാം അധ്യായമില്ലേ, 3-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനിപ്പോൾ പറയണതാണ്. അതായത് 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയവേ, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക. എന്താ കാര്യം? 3 ദിവസത്തിനുള്ളിൽ ഞാനത് പുനരുദ്ധരിക്കുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെയൊക്കെ ജീവിതം അങ്ങനെയാണ്.
ഏത് കൊറോണ വന്ന് തകർന്നരിപ്പണമായി കുത്തഴിഞ്ഞ പുസ്തകം പോലെ പേജ് ആകാശത്തേക്ക് പോയാലും ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലെങ്കിലും എൻ്റെ ദൈവമേ, നിൻ്റെ ദൈവം പുനരുദ്ധാനം ചെയ്തവനാണ്, പുനരുദ്ധരിച്ചവനാണ്. അവനെ തന്നെ പുനരുദ്ധരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെയും എന്നെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങള്, തകർന്ന ജീവിതങ്ങള് യേശുവേ നിന്റെ നാമത്തില് ഇനി പുനരുദ്ധരിക്കത്തില്ലെന്ന് കർത്താവേ, നിരാശപ്പെട്ട് ജീവിക്കുന്നവരുടെ മേൽ ജീവിതം, ജോലി, വിവാഹം, കുഞ്ഞുങ്ങള്, ഭവന നിർമ്മാണങ്ങള്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈശോയേ മക്കള് മനസ്സില് അലച്ച് വിചാരിക്കുന്നുണ്ടോ, യേശുനാമത്തിലെ അവരുടെ ജീവിതങ്ങള് ഈ നിമിഷം ഈ ആരാധനയാൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിത പങ്കാളിയെ കാണാത്തവരെ, ഇനി എന്ന് കാണുമെന്നറിയാൻ പാടില്ലാത്തവരെ, കുടുംബത്തിന് അപ്പനും ഇല്ല, അപ്പൻ്റെ സാന്നിധ്യമില്ല, അമ്മയുടെ സാന്നിധ്യമില്ലാത്ത കാരണം പച്ച മലയാളത്തിൽ പഴയ ഭാഷയെ പറഞ്ഞാൽ പറന്തലായി പോയ കുടുംബങ്ങൾ എന്ന് വെച്ചാൽ അത്രയും കുത്തഴിഞ്ഞു പോയവർ. മക്കൾ അവരുടെ നിവാസങ്ങൾ, അവരുടെ വഴികൾ, പഠനവുമില്ല, പ്രാർത്ഥനയുമില്ല, അനുസരണയുമില്ല, ഇങ്ങനെ ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല വിഷമിക്കുന്നവർ. അതിൻ്റെ പേരിൽ പ്രഷർ വന്നിട്ടുള്ള അമ്മമാരുണ്ട്, അതിനുവേണ്ടി ഒരു വലിവ് മാറാത്തവരുണ്ട്. അതുകൊണ്ട് നടുവേദന, ഇങ്ങനെ കുറേ സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനസ്സ് തകർന്നിരിക്കണ കാരണം ശരീരത്തിന് രോഗം വിട്ടുമാറാത്തവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കയറിയവർ, അതിൻ്റെ പേര് ക്രിയാറ്റിൻ വന്നവർ, ഇങ്ങനെ കുറേ രോഗികൾ, എല്ലാവരെയും നമുക്ക് ഈ നിമിഷം കർത്താവിനെ ഏൽപ്പിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതം തകർന്ന കാരണം, പരിപ്പണമായത് കാരണം, പ്രഷർ കയറി പല രോഗങ്ങളാൽ സമാധാനമില്ലാത്തവര്, പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, സ്വഭാവ ദൂഷ്യമുള്ള കുഞ്ഞുങ്ങളെ, ഈശോ പല ദുശീലങ്ങളില് അകപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈശോ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ ആ കുടുംബങ്ങളെ തളിക്കണമേ. യേശുനാമത്തിലെ സമാധാനം ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ